നമസ്കാരം. കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒന്നാണ് സാമുദായിക സംഘടനകളും അവയുടെ നേതൃത്വങ്ങളും. കഴിഞ്ഞ നൂറ്റാണ്ടുകാലമായിട്ട് ഈ രംഗത്ത് സജീവ സാന്നിധ്യമായിട്ട് നിലകൊള്ളുന്ന വ്യക്തിത്വമാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. നായർ സർവീസ് സൊസൈറ്റി എന്ന വലിയൊരു ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരുന്ന് കേരള രാഷ്ട്രീയത്തിലെ പല നിർണായക തീരുമാനങ്ങളെയും സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ശക്തമായിട്ടുള്ള തീരുമാനങ്ങളും സമുദായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലുള്ള കാർക്കശ്യവും ഒക്കെ തന്നെ അദ്ദേഹത്തിന് സമൂഹത്തിൽ വലിയൊരു പരിധിവരെയൊക്കെ തന്നെ ആദരവും വിലയും നേടിക്കൊടുത്തുവെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഈ സമീപകാലത്തുണ്ടായ ചില സംഭവ വികാസങ്ങൾ ഈ സ്വാധീന വലയത്തിന് വലിയ കോട്ടമുണ്ടാക്കിയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തുന്നത്. സാമുദായിക നേതാക്കൾക്ക് ജനങ്ങൾക്കിടയിലും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും ബഹുമാനം ലഭിക്കുന്നത് അവർ സ്വീകരിക്കുന്ന ജനാധിപത്യപരമായിട്ടുള്ള നിലപാടുകളിലൂടെയാണ്. മന്നത്ത് പത്മനാഭനെ പോലെയുള്ള മഹാരഥന്മാർ കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ വക്താവായിരിക്കുമ്പോൾ സഹിഷ്ണുതയും എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മനസ്സിനുമാണ് പ്രാധാന്യം നൽകേണ്ടത്. എന്നാൽ സുകുമാരൻ നായരുടെ ചില സമീപനങ്ങളിൽ പ്രകടമായ കണ്ടുപിടുത്തങ്ങളും താൻ പറയുന്നതിനപ്പുറം മറ്റൊന്നുമില്ലെന്ന രീതിയിലുള്ള വാശികളും ദൃശ്യമായത് സംഘടനയ്ക്കുള്ളിലും പുറത്തും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. മന്നം സമാധി പോലുള്ള വിശുദ്ധമായിട്ടുള്ള ഇടങ്ങൾ ഏതൊരു സാധാരണക്കാരനും സമുദായ അംഗത്തിനും കടന്നു വരാൻ അനുവാദമുള്ള പൊതുവായ കേന്ദ്രങ്ങളാണ്. അത്തരമിടങ്ങളിൽ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ വിയോജിപ്പുകളുടെയൊക്കെ തന്നെ പേരിൽ ആർക്കെങ്കിലും പ്രവേശന വിലക്ക് ഏർപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് ഒരു നേതാവിന് ചേർന്നതല്ലെന്ന വിമർശനം ശക്തമാണ്. ഇത്തരത്തിലുള്ള കടുത്ത നിലപാടുകളുടെയൊക്കെ തന്നെ ആദ്യ ഇരകളിൽ ഒരാളായിരുന്നു പ്രമുഖ സിനിമാ താരവും ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപി. മന്നം സമാധി സന്ദർശിക്കാനെത്തിയ അദ്ദേഹത്തെ നേരിട്ട് അപമാനിക്കുകയും തരം താഴ്ത്തി സംസാരിക്കുകയും ചെയ്ത സംഭവം കേരളം ഏറെ ചർച്ച ചെയ്തതാണ്. തൻ്റെ വാക്കുകളെയും നിലപാടുകളെയും എതിർക്കുന്നവരുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ തനിക്ക് കഴിയുമെന്ന അമിത ആത്മവിശ്വാസമാണ് സുകുമാരൻ നായരെ അന്ന് നയിച്ചത്. എന്നാൽ ഈ അപമാനങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിച്ച് സുരേഷ് ഗോപി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ഒടുവിൽ തൃശ്ശൂരിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാവുകയും ചെയ്തു. രാഷ്ട്രീയ നേതൃത്വങ്ങൾ ജനപിന്തുണയോടെ വളരുമ്പോൾ സാമുദായിക ശാഠ്യങ്ങൾ അപ്രസക്തമാകുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഈ സംഭവം മാറി. അടുത്തിടെ പെരുന്നയിലെ സംഘടനാ നേതൃത്വത്തിൽ ചില ശുദ്ധീകരണങ്ങൾ ആവശ്യമാണെന്ന് സുരേഷ് ഗോപി പരസ്യമായിട്ട് പ്രസ്താവിച്ചത് ഇതേ പശ്ചാത്തലത്തിലാണ്. ഇതിനോട് തികച്ചും പരിഹാസ്യമായ രീതിയിലാണ് NSS ജനറൽ സെക്രട്ടറി പ്രതികരിച്ചത്. വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോൾ അവയെ വസ്തുതാപരമായിട്ട് നേരിടുന്നതിന് പകരം വൈകാരികമായും വ്യക്തിപരമായ ആക്ഷേപങ്ങളിലൂടെയും നേരിടാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ജനങ്ങൾ കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടെന്ന തിരിച്ചറിവില്ലായ്മയാണ് ഇത്തരം പ്രതികരണങ്ങളിൽ പ്രതിഫലിക്കുന്നത്. സംഘടന എന്നത് ഒരാളുടെ മാത്രം വ്യക്തിപരമായ സ്വത്തല്ലെന്നും കാലത്തിനനുസരിച്ച് അതിലും മാറ്റങ്ങൾ അനിവാര്യമാണെന്നുമുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ നേതൃത്വം തയ്യാറാകാത്തത് സ്വയം ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുന്നതിന് കാരണമായി മാറും. സുകുമാരൻ നായരുടെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾക്ക് വലിയ തിരിച്ചടി നേരിട്ടത് സംസ്ഥാന ഭരണ നേതൃത്വവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സ്വീകരിച്ച കള്ളക്കളികളിലൂടെയാണ്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ കടുത്ത നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ NSSന് സാധിച്ചിരുന്നു. ഹൈന്ദവ വിശ്വാസങ്ങളെയും അയ്യപ്പ ഭക്തരെയും സംരക്ഷിക്കാൻ സുപ്രീം കോടതി വരെ പോയി നിയമപോരാട്ടം നടത്തിയതിലൂടെ സുകുമാരൻ നായരുടെ ജനപ്രീതി വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ഇടതുപക്ഷ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന രാഷ്ട്രീയ സാഹചര്യം കണ്ടപ്പോൾ അദ്ദേഹം തൻ്റെ മുൻ നിലപാടുകളിൽ നിന്നും പിന്നോട്ട് പോയി. സർക്കാരിനെ പ്രീതിപ്പെടുത്താനും വിട്ടുവീഴ്ചകൾ ചെയ്യാനും അദ്ദേഹം തയ്യാറായത് സാധാരണക്കാരായ ഭക്തരെയും അതോടൊപ്പം തന്നെ സമുദായ അംഗങ്ങളെയും ഒരുപോലെ നിരാശരാക്കി. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളോ നേതാക്കളോ സമുദായിക തിണ്ണ നിരങ്ങേണ്ടതില്ലെന്ന കടുത്ത നിലപാടുള്ള വ്യക്തിയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ. സുകുമാരൻ നായരുടെ അഹങ്കാരത്തിനും ഭീഷണികൾക്കും മുന്നിൽ വഴങ്ങാൻ അദ്ദേഹം തയ്യാറായില്ല. താനൊരു യഥാർത്ഥ വിശ്വാസിയും എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നതും നായരുമാണെന്നും അതിന് ഏതെങ്കിലും സമുദായത്തിൻ്റെ സർട്ടിഫിക്കറ്റ്, ഒരു നേതാവിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഇതോടെ സതീശൻ മുഖ്യമന്ത്രിയാകുന്നത് തടയാനായിട്ട് സുകുമാരൻ നായർ സകല അടവുകളും പയറ്റി. UDF അധികാരത്തിൽ വന്നാൽ തൻ്റെ മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന ആരെങ്കിലും ഭരണതലപ്പത്ത് വരണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എന്നാൽ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ മറ്റൊന്നായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ സുകുമാരൻ നായരുടെ എല്ലാ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും തകരുകയും VD സതീശൻ മുഖ്യമന്ത്രി കസേരയിൽ എത്തുകയും ചെയ്തു. പഴയകാല രാഷ്ട്രീയ സാഹചര്യങ്ങളെ മനസ്സിൽ വെച്ചാണ് സുകുമാരൻ നായർ ഇപ്പോഴും കരുക്കളൊക്കെ നീക്കുന്നത് തന്നെ. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വലിയ ഭരണ പ്രതിസന്ധികൾ സൃഷ്ടിക്കാനും മുഖ്യമന്ത്രിയെ സമ്മർദ്ദത്തിലാക്കാനും ഒക്കെ തന്നെ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് മന്ത്രിസഭയിൽ താക്കോൽ സ്ഥാനം നൽകണമെന്ന് പരസ്യമായി ആവശ്യപ്പെടുകയും അതിനായി സർക്കാരിനെ വെല്ലുവിളിക്കുകയും ചെയ്ത പ്രസംഗം കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഒരു കറുത്ത അധ്യായമാണ്. അന്ന് നിലവിലുണ്ടായിരുന്ന സവിശേഷ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിക്ക് അതിനെ വഴങ്ങേണ്ടി വന്നെങ്കിലും ഇന്നത്തെ കാലം മാറി എന്ന് മനസ്സിലാക്കാൻ സുകുമാരൻ നായർക്ക് സാധിച്ചില്ല. മുഖ്യമന്ത്രി VD സതീശൻ അത്തരം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന വ്യക്തിയല്ലെന്ന് തെളിയിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി VD സതീശൻ മറ്റ് സമുദായ നേതാക്കളായിട്ടുള്ള പാണക്കാട് തങ്ങളെയോ സമസ്ത നേതാക്കളെയോ ക്രൈസ്തവ മെത്രാന്മാരെയോ കാണാൻ പോകുന്നത് ചൂണ്ടിക്കാട്ടി സുകുമാരൻ നായർ വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്.
എന്നാൽ ആ സാമുദായിക നേതാക്കൾ ആരും സർക്കാരിനെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ പരസ്യമായ യുദ്ധപ്രഖ്യാപനം നടത്തുകയോ ചെയ്തിട്ടില്ല. തുഷാർ വെള്ളാപ്പള്ളിയും രാജീവ് ചന്ദ്രശേഖറും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളും വിവിധ സ്ഥാപനങ്ങളുടെയൊക്കെ തന്നെ പ്രതിനിധികളുമൊക്കെ തന്നെ മുഖ്യമന്ത്രിയെ കാണാൻ എത്താറുണ്ട്. വികസന കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ സാമൂഹിക വിഷയങ്ങളിലും എല്ലാവരെയും കേൾക്കാൻ ഒരു ഭരണാധികാരി എന്ന നിലയിൽ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ്. ഈ ഒരു ജനാധിപത്യ മര്യാദ സുകുമാരൻ നായരും കാണിക്കണമെന്നാണ് പൊതുസമൂഹം ഇവിടെ ആവശ്യപ്പെടുന്നത്. താനൊരു വലിയ പ്രസ്ഥാനത്തിൻ്റെ പോപ്പാണെന്ന് ഭാവത്തിൽ മുഖ്യമന്ത്രി തൻ്റെ അടുത്തേക്ക് വരണമെന്ന് ശാഠ്യം പിടിക്കുന്നത് ശുദ്ധ ഭോഷ്കാണ്. തൻ്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്ത മുഖ്യമന്ത്രിയോടുള്ള ദേഷ്യം കാരണം ഇനി തന്നെ കാണാൻ വരേണ്ടതില്ലെന്നും തൻ്റെ ഫോട്ടോ കണ്ടു മടുത്തോളൂ എന്നും സുകുമാരൻ നായർ പ്രസ്താവിക്കുകയുണ്ടായി. എന്നാൽ ഇത്തരം ബാലിശമായിട്ടുള്ള പ്രതികരണങ്ങളോട് സതീശൻ തികഞ്ഞ രാഷ്ട്രീയ പക്വതയോടെയാണ് പ്രതികരിച്ചത്. ഒരു സാമുദായിക നേതാവെന്ന നിലയിൽ അദ്ദേഹത്തെ പരസ്യമായിട്ട് അപമാനിക്കാൻ മുഖ്യമന്ത്രി മുതിർന്നില്ല. സംസ്ഥാനത്തിൻ്റെ ഭരണം കൈയാളുന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്, അല്ലാതെ സാമുദായിക സംഘടനകളുടെ ആസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരല്ല എന്ന ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് സന്ദേശമാണ് ഇതിലൂടെ നൽകപ്പെട്ടത്. ജനങ്ങൾ ഭരണാധികാരിക്കൊപ്പമാണ് നിലകൊണ്ടത് എന്നത് സുകുമാരൻ നായർക്കുള്ള വലിയൊരു മുന്നറിയിപ്പാണ്. അടിസ്ഥാനപരമായിട്ട് സമുദായ സ്നേഹമുള്ള ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യനാണ് സുകുമാരൻ നായർ എന്ന കാര്യത്തിൽ തർക്കമില്ല. ദൈവവിശ്വാസത്തിലും സമുദായത്തിൻ്റെ പുരോഗതിയിലും അദ്ദേഹം എപ്പോഴും മുൻപന്തിയിലാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലുള്ള ഈ ധാർഷ്ട്യവും അമിതമായ അഹങ്കാരവുമാണ് കാര്യങ്ങളെല്ലാം വഷളാക്കുന്നത്. രാഷ്ട്രീയ നേതാക്കളെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങളൊക്കെ സാധിക്കാമെന്ന പഴയ തന്ത്രം ഇനി കേരളത്തിൽ വില പോവില്ല. സമുദായത്തിൻ്റെ യഥാർത്ഥ ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ബോധ്യപ്പെടുത്തി നേടിയെടുക്കുകയാണ് ഒരു നേതാവ് ചെയ്യേണ്ടത്. അതിന് തയ്യാറാകാതെ സ്വന്തം അഹങ്കാരവുമായിട്ട് മാറി നിന്നാൽ അത് സമുദായത്തിന് വലിയ നഷ്ടമുണ്ടാക്കും. തൻ്റെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ സ്വന്തം അണികൾ തന്നെ ഈ നേതൃത്വത്തെ തിരുത്തുന്ന ഒരു കാലം അതിവിദൂരമല്ല. ഈ ഒരു കാര്യം സുകുമാരൻ നായർ മനസ്സിലാക്കുക.